PSCയുടെ മത്സര പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഗാ റിവിഷൻ എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ ആ കഴിവ് ആർജിച്ചെടുക്കാവുന്നതാണ്. പെട്ടെന്ന് സ്പീഡിൽ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാം, PSCയുടെ ട്രിക്കുകളും ടിപ്പുകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് വ്യത്യസ്തമായത് ഏതെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം 14, 55, 49, 63. ഈ 14 7ന്റെ ഗുണിതമാണ്. അതായത് 7 ഗുണം 2. 14 7ന്റെ ഗുണിതമാണ്. ഗുണിതം എന്ന് പറഞ്ഞാൽ 7 ഗുണം 1, 7 ഗുണം 2, 7 ഗുണം 3 അങ്ങനെ 7ന്റെ ടേബിൾ ചെല്ലുമ്പോൾ കിട്ടും. ഇത് 7 ഗുണം 7, ഇത് 7ന്റെ ഗുണിതമാണ്. ഇത് 7 ഗുണം 9. ഈ 55 ഉത്തരം. കാരണം 55 മാത്രം 7ന്റെ ഗുണിതം അല്ല. നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. 14, 55, 49, 63. ബാക്കി എല്ലാം 7ന്റെ ടേബിൾ ചെല്ലിയാൽ കിട്ടും. 7 ഗുണം 2 14, 7 ഗുണം 7 49, 7 ഗുണം 9 63. അതായത് ഈ 55 നമ്മുടെ ഉത്തരം. വ്യത്യസ്തമായത് ബാക്കി എല്ലാ സംഖ്യകളും 55 ഒഴിച്ച് ബാക്കി എല്ലാ സംഖ്യകളും 7ന്റെ ഗുണിതങ്ങളാണ്. ഇനി ഒറ്റയാനേത് BCD. ഇവിടെ ഒരക്ഷരം വിട്ടിട്ട് എഴുതി, ഒന്നിട വിട്ടക്ഷരം. ഇവിടെ PN അങ്ങനെയല്ല, NOP, പിക്ക് മുമ്പുള്ള അക്ഷരം. ഇനി IJK, I കഴിഞ്ഞ് J ഒരക്ഷരം കഴിഞ്ഞ് K എഴുതി. ഇനി STU. ഈ 3 എണ്ണത്തിൽ ഒന്നിട വിട്ടുള്ള അക്ഷരമാണ് തന്നേക്കുന്നത്. BCD, BCD, ഈ കഴിഞ്ഞ് ഒരക്ഷരം കഴിഞ്ഞ്. ഇവിടെ PN അങ്ങനെയല്ല, N പിക്ക് മുമ്പുള്ള അക്ഷരമാണ്. ഈ ക്രമത്തിൽ വന്നേക്കുന്ന ബാക്കിയെല്ലാം ഒരുപോലെയാണ്. BCD, IJK, STU. ബാക്കി എല്ലാ ഗ്രൂപ്പിലും BD എന്ന് പറഞ്ഞാൽ ഒരക്ഷരം വിട്ടിട്ട് BC വിട്ടിട്ട് D എഴുതി. IJK, J വിട്ടിട്ട് K എഴുതി. STU, S കഴിഞ്ഞ് T വിട്ടിട്ട് U എഴുതി. PN ആണ് ഉത്തരം. PN അങ്ങനെയല്ല, അങ്ങനെ ഒരു ബന്ധം കാണുന്നില്ല. ഇനി ഒറ്റപ്പെട്ടത് ഏത്? അതായത് PQR, Q വിട്ടിട്ട് ഒരക്ഷരം. RST, അതായത് ഇത് ഒന്നിട വിട്ടുള്ള അക്ഷരമാണ്. PRT. QOM അങ്ങനെയല്ല, OPQ, O കഴിഞ്ഞിട്ടൊക്കെയാണ്. അപ്പോൾ ഇത് വേറിട്ടാ. ബാക്കിയുള്ളത് നോക്കാം. CDEFG, ഇത് ഒന്നിട വിട്ടുള്ള അക്ഷരമാണ്. CEG, അതായത് CD കഴിഞ്ഞ് EF കഴിഞ്ഞ് G. ഇനി IJ കഴിഞ്ഞ് ഒരക്ഷരം വിട്ടിട്ട് അടുത്ത അക്ഷരം KL വിട്ടിട്ട് M. അതായത് ഇത് 3 ഒരേ സ്വഭാവമുള്ളതാണ്. PQ വിട്ടിട്ട് R, S വിട്ടിട്ട് T. ഇവിടെ CD വിട്ടിട്ട് E അടുത്ത അക്ഷരം. ഒരു അക്ഷരം വിട്ടിട്ട് തൊട്ടടുത്ത അക്ഷരം, ഒന്നര വിട്ട അക്ഷരങ്ങൾ. EF കഴിഞ്ഞിട്ട് G. അതായത് CD വിട്ടിട്ട് E എഴുതി. EF വിട്ടിട്ട് അടുത്ത അക്ഷരം CEG. അടുത്ത IJ വിട്ടിട്ട് KL വിട്ടിട്ട് M. അതായത് ഈ QOM ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കാരണം ബാക്കിയെല്ലാം ഒന്നിട വിട്ടുള്ള അക്ഷരങ്ങളാണ്. ഈ 3 അക്ഷരങ്ങൾ. PQ വിട്ടിട്ട് R എഴുതി, RS വിട്ടിട്ട് T എഴുതി. CD വിട്ടിട്ട് E എഴുതി, EF വിട്ടിട്ട് G എഴുതി. IJ വിട്ടിട്ട് K എഴുതി, KL എന്ന അക്ഷരം വിട്ടിട്ട് M എഴുതി. ഈ QOM ഓപ്ഷൻ ബി ഒഴിച്ച് ബാക്കിയെല്ലാം ഒന്നിട വിട്ടുള്ള അക്ഷരങ്ങളാണ് ഗ്രൂപ്പ് ചെയ്തേക്കുന്നത്. ഇനി 13, 17, 15, 19. 15 ആണ് ഉത്തരം. കാരണം 15 ഒരു ഭാജ്യസംഖ്യയാണ്. ഭാജ്യസംഖ്യ 15-ന് 2-ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. ഭാജ്യസംഖ്യ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. ഈ 13-ന് ഏതൊക്കെയാണ് ഘടകങ്ങൾ? 1 ആ സംഖ്യ മാത്രം, 1 13 മാത്രം. 17-നും അങ്ങനെയാണ്, 1 17 മാത്രമാണ് ഘടകങ്ങൾ. 19-നും 1 19 മാത്രമാണ്. അതെല്ലാം അഭാജ്യ സംഖ്യകളാണ്. ഈ 15 ഒഴിച്ച് ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളാണ്. അപ്പൊ 15-ന് അതൊക്കെ ഘടകങ്ങൾ. 15-ന്റെ ഘടകങ്ങൾ നോക്കാം. 1ന്റെ ടേബിൾ എഴുതിയാൽ കിട്ടും, 3ന്റെ ടേബിൾ എഴുതിയാൽ കിട്ടും, 5ന്റെ ടേബിൾ എഴുതിയാൽ കിട്ടും, 15ന്റെ ടേബിൾ എഴുതിയാൽ കിട്ടും. 1 3 5 15 2 കൂടുതൽ ഘടകങ്ങളുണ്ട്. ഭാജ്യസംഖ്യയാണ്, കോമ്പോസിറ്റ് നമ്പറാണ്. ഇവിടെ 15 മാത്രം കോമ്പോസിറ്റ് ആണ്, ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. ഇവിടെ 15 ആണ് ഉത്തരം. വ്യത്യസ്തമായത് ഇത് 7ന്റെ ഗുണിതങ്ങളായി. 55 ഒഴിച്ച് ബാക്കിയെല്ലാം 7ന്റെ ഗുണിതങ്ങളാണ്. ഇവിടെ BCD, ഇവിടെ IJK, STU, ഇതെല്ലാം ഈ ഗ്രൂപ്പ് ചെയ്തേക്കുന്ന ഈ 2 അക്ഷരങ്ങളെല്ലാം ഒരക്ഷരം വിട്ടിട്ടാണ് എഴുതിയേക്കുന്നത്. ഇത് അങ്ങനെയല്ല, PN ആണ് ഉത്തരം. വ്യത്യസ്തമായത് ഒറ്റപ്പെട്ടത് PQR, ST. PQ വിട്ടിട്ട് R എഴുതി, RS വിട്ടിട്ട് T എഴുതി.
ഇവിടെ അങ്ങനെയല്ല, ബി ആണ് ഉത്തരം. ബാക്കി എല്ലാ ഗ്രൂപ്പും 3 അക്ഷരം 1.5 വിട്ടുള്ള അക്ഷരങ്ങളാണ് ഗ്രൂപ്പ് ചെയ്ത് എഴുതിയേക്കുന്നത്. സി ഡി വിട്ടിട്ട് ഇ എഴുതി, ഇ എഫ് വിട്ടിട്ട് ജി എഴുതി, ഐ ജെ വിട്ടിട്ട് കെ എഴുതി, കെ എൽ വിട്ടിട്ട് എം എഴുതി. അടുത്തത് 13, 17, 15, 19. 13 പ്രൈം നമ്പറാണ്, അഭാജ്യ സംഖ്യ. അത് 1ഉം 13 മാത്രമേ ഘടകങ്ങളുണ്ടാവും. 17 അതുപോലെ 1ഉം 17 മാത്രമേ ഘടകങ്ങളുണ്ടാവും. 19 അതുപോലെ 1ഉം 19 മാത്രമേ ഘടകങ്ങളുള്ളൂ. അങ്ങനെ 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ, 1 മാത്രം ഘടകങ്ങളുള്ളതിന് നമ്മൾ പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് പറയും. ഇവിടെ ഭാജ്യ സംഖ്യ ഒറ്റ എണ്ണമുള്ളൂ, 15 ഉത്തരം. 15ന്റെ ഘടകങ്ങൾ 1, 3, 5, 15. ഒറ്റാനെ കണ്ടെത്തുക. കുറുനരി, സിംഹം, പെരുമ്പാമ്പ്, കടുവ. ഈ പെരുമ്പാമ്പാണ് ഉത്തരം. ഇത് വിരകമാണ്, ബാക്കിയെല്ലാം മൃഗങ്ങളാണ്. ഇത് വ്യത്യസ്തമായിട്ട് വേറിട്ട് നിൽക്കുന്നത് പെരുമ്പാമ്പ്. ഇവിടെ റൈഫിൾ, പരിച, റിവോൾവർ, വാൾ. പരിചയാണ് ഉത്തരം, കാരണം ബാക്കിയെല്ലാം ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. റൈഫിൾ, പരിച, റിവോൾവർ, വാൾ. ഇവിടെ ക്ലോക്ക്, സൂചി, അക്ഷരം, സമയം. ക്ലോക്ക്, സൂചി, സമയം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അക്ഷരമാണ് ഉത്തരം. അതായത് ക്ലോക്ക്, സൂചി, അക്ഷരം, സമയം. ഇവിടെ അക്ഷരമാണ് ഉത്തരം. ക്ലോക്കും സൂചിയും സമയം എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ 2518, 3429, 4529, 5117. ഇതിൻ്റെ പ്രത്യേകത നോക്കാം നമുക്ക്. വേറെ കൂട്ടിക്കുറച്ചിട്ടൊന്നും ഒരു വേറെ പ്രത്യേകത അങ്ങനെയൊന്നും കാണുന്നില്ല. നമുക്കത് നോക്കാം. ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. ഈ ഇതെന്തേലും പ്രത്യേകത ഉണ്ടോ? 5, 1, 6, 2, 8. 2ഉം 5ഉം 1ഉം കൂടെ കൂട്ടിയാൽ ആദ്യത്തെ 3 അക്കങ്ങൾ കൂട്ടിയാൽ 4ാമത്തെ അക്കം കിട്ടുന്നു. ഇവിടെ അതുപോലെ 3, 4 + 2 4ാമത്തെ. ആദ്യത്തെ 3 അക്കങ്ങൾ കൂട്ടിയാൽ 4ാമത്തെ അക്കം കിട്ടുന്നു. ഇതോ 4 + 5 + 2 കിട്ടുന്നില്ല, 9. 4ാമത്തെ അക്കം കിട്ടുന്നില്ല. അടുത്തതോ 5 + 1 + 1 7 കിട്ടുന്നു. അപ്പോൾ ഇതിലെല്ലാം ഒരു പ്രത്യേകത കാണുന്നുണ്ട്. ഇതാണ് ഉത്തരം. ഇതിനങ്ങനെ കിട്ടുന്നില്ല. ആദ്യത്തെ 3 അക്കങ്ങൾ കൂട്ടിയാൽ 4ാമത്തെ അക്കം കിട്ടുന്നു. 2ഉം 5ഉം 1 കൂടെ കൂട്ടിയാൽ 8 കിട്ടുന്നു. 3ഉം 4ഉം 2ഉം കൂടെ കൂട്ടിയാൽ 9 കിട്ടുന്നു. ഇവിടെ 5ഉം 1ഉം 1 കൂടെ കൂട്ടിയാൽ 7 കിട്ടുന്നു. ആദ്യത്തെ 3 അക്കങ്ങൾ കൂട്ടിയാൽ 4ാമത്തെ അക്കം കിട്ടുന്നുണ്ട്, 4ാമത്തെ ഡിജിറ്റ് കിട്ടുന്നുണ്ട്. ഇതിന് മാത്രം അങ്ങനെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇതാണ് വ്യത്യസ്തമായത്. ഡെസ്ക്, മേശ, കസേര, പുസ്തകം. ഇതെല്ലാം തടി ഉപകരണങ്ങളാണ്. ഡെസ്കും മേശയും കസേരയല്ല, പുസ്തകമാണ് ഉത്തരം. പുസ്തകം പേപ്പർ കൊണ്ടുള്ളത്. ബാക്കിയെല്ലാം തടി ഉപകരണങ്ങളാണ്. ഇവിടെ 196, 169, 729, 589. 589 ഉത്തരം. ബാക്കിയെല്ലാം പൂർണ്ണവർഗമാണ്, മാത്രം പെർഫെക്റ്റ് സ്ക്വയർ അല്ല, പൂർണ്ണവർഗമല്ല. അതുകൊണ്ട് ഇതാണ് ഉത്തരം. അക്ഷരങ്ങളുടെ ശ്രേണി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇംഗ്ലീഷ് അക്ഷരം, അല്ലെങ്കിൽ അക്ഷരങ്ങൾ ADHM'. A കഴിഞ്ഞ് എത്ര അക്ഷരം കഴിഞ്ഞാൽ D വന്നാൽ നോക്കാം. BC 2 അക്ഷരം കഴിഞ്ഞ്, 2 അക്ഷരങ്ങൾ കഴിഞ്ഞിട്ട് വന്നേക്കുന്ന D. ഇനി അടുത്ത DEFG 3 അക്ഷരം വിട്ടിട്ടാണ് എഴുതിയേക്കുന്നത്. 2, 3. ഇനി അടുത്തത് H കഴിഞ്ഞിട്ട് IJKL 4 അക്ഷരം കഴിഞ്ഞിട്ടാണ്. 4 അക്ഷരം കഴിഞ്ഞിട്ട് 5ാമത്തെ അക്ഷരം എഴുതിയേക്കുന്നത്. 4 അക്ഷരം വിടുക, അടുത്ത അക്ഷരം എഴുതുക. ഇനി അതുപോലെ 2 അക്ഷരം വിട്ടു, BC വിട്ടു, D എഴുതി. ഇനി EFG 3 അക്ഷരം വിട്ടു, അടുത്ത അക്ഷരം എഴുതി. 4 അക്ഷരം വിട്ടു, അടുത്ത അക്ഷരം എഴുതി. ഇനി M കഴിഞ്ഞിട്ട് 5 അക്ഷരം വിടണം, 5 എണ്ണം കൂട്ടണം. M കഴിഞ്ഞിട്ട് നമുക്ക് എഴുതി നോക്കാം. NOPQR 5 അക്ഷരം വിട്ടിട്ട് അടുത്തത് S വരും. ഓപ്ഷൻ B ആണ് ഉത്തരം, S. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട് AEIOU വവ്വൽസ്, അതായത് സ്വരാക്ഷരങ്ങൾ. ഇത് സ്വരാക്ഷരങ്ങൾ വരും. വവ്വൽസ് ആൻഡ് കൺസണൻസ്. ഇവിടെ E ആണ് വരുന്നത്. ഇതിൽ ഗ്രൂപ്പിൽപ്പെട്ടത് ഏതാണ്? E. ഓപ്ഷൻ A ആണ് ഉത്തരം. ഇനി ZAYBXC ഈ ശ്രേണി എങ്ങനെയാണ് പോയേക്കുന്നത് നമുക്ക് നോക്കാം. Z Y ആയി, Y X ആയി. ഓരോ അക്ഷരം ബാക്കോട്ടാവുന്നത്. അപ്പം X എന്തുവാകും? അതിന് മുമ്പുള്ള അക്ഷരമാകും W. ഇനി രണ്ടാമത്തെ അക്ഷരം നോക്കാം എങ്ങനെയാണ് പോയേക്കുന്നത്. A B ആയി, B C ആയി, അടുത്തത് C D ആണ്. WD ഓപ്ഷൻ B ആണ് ഉത്തരം. ഇവിടെ A കഴിഞ്ഞ് 2 അക്ഷരം കഴിഞ്ഞ്, B C കഴിഞ്ഞിട്ട് D, D കഴിഞ്ഞിട്ട് EFG 3 അക്ഷരം കഴിഞ്ഞിട്ട് H കഴിഞ്ഞിട്ട് 4 അക്ഷരം കഴിഞ്ഞിട്ട് M കഴിഞ്ഞപ്പോൾ 2 അക്ഷരം കഴിഞ്ഞ് എഴുതി, 3 അക്ഷരം വിട്ടിട്ട് എഴുതി, 4 അക്ഷരം വിട്ടിട്ട് എഴുതി, അടുത്ത 5 അക്ഷരം വിട്ടിട്ട് എഴുതി M കഴിഞ്ഞിട്ട്.
NOPQR 5 അക്ഷരം വിട്ടിട്ട് എസ് ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ വവ്വൽസ് നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുന്നുണ്ട് EIOU സ്വരാക്ഷരങ്ങൾ. ഇവിടെ വവ്വൽസിൽ ഏതാ വിട്ടേക്കുന്നത്? ഇവിടെ ഇ ആണ് വിട്ടേക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇങ്ങനെ ഈ ശ്രേണി പോയേക്കുന്നത് ZAYBXC. അതായത് ഇസഡ് ആദ്യത്തെ അക്ഷരം നോക്കാം. ഇസഡ് YI YXI. അപ്പം ബാക്കോട്ട് ഒരു അക്ഷരം പോയേക്കുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള അക്ഷരം എക്സിന് മുമ്പുള്ള അക്ഷരം W. ABI BCI CD ആവും. WD. ഇവിടെ റേഡിയോ, സ്പീക്കർ, ഫോൺ, സിം കാർഡ്, CPU, പ്രോസസ്സർ, ചെടി, ചട്ടി. ഇവിടെ ഫോൺ സിം കാർഡാണ് ഉത്തരം. കാരണം ഫോണിനുള്ളിലാണ് സിം കാർഡ് അകത്ത്. ബാക്കിയെല്ലാം റേഡിയോയുടെ പുറത്താണ് സ്പീക്കർ, CPUവിൻ്റെ പുറത്താണ് പ്രോസസ്സറ്, ചെടി, ചട്ടി എല്ലാം പുറത്തുള്ളതാണ്. ഇവിടെ രണ്ടിൻ്റെ കൂടെ 3 കൂട്ടി 5 എഴുതി. 5ൻ്റെ കൂടെ 5 കൂട്ടി 10, 10ൻ്റെ കൂടെ 7 കൂട്ടി 17, 17ൻ്റെ കൂടെ 9 കൂട്ടി 26, 26ൻ്റെ കൂടെ 17, 11 കൂട്ടി 37, 37ൻ്റെ കൂടെ 13 കൂട്ടി 50. അതായത് 3 കൂട്ടി 5 കൂട്ടി 7 കൂട്ടി 3, 5, 7, 9, 11, 13 അങ്ങനെ കൂട്ടി വരുന്നത്. അപ്പോൾ 13 കഴിഞ്ഞാൽ പിന്നെ ഈ 2 വീതം കൂടി വരും. 3, 2, 5, 5, 2, 7, 2, 9, 9, 11, 13 എടുത്ത 15 കൂട്ടി 2. അപ്പം 65. ഇവിടെ 64 കൂട്ടത്തിൽപ്പെടാത്തത്. ബാക്കിയെല്ലാം ഒരു ശ്രേണിയിൽ പോകുന്നു. 3 കൂട്ടി 5 കൂട്ടി 7 കൂട്ടി 9 കൂട്ടി 11 കൂട്ടി 13 കൂട്ടി അങ്ങനെ. ഇവിടെ ഒറ്റയാനേത് 61, 71, 41, 91. 91 ഭാജ്യസംഖ്യയാണ്. 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. 13, 7 ഒക്കെ അതിൻ്റെ ഘടകങ്ങളാണ്. ഇവിടെ 61 അഭാജ്യസംഖ്യയാണ്, 41 അഭാജ്യസംഖ്യയാണ്, 71 അഭാജ്യസംഖ്യയാണ്. 61 അഭാജ്യസംഖ്യയാണ്. 1 61 മാത്രമേ ഘടകങ്ങളുള്ളൂ. 71 1 71, 41 41. 91 അടിച്ച് ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സാണ്. 91 കോമ്പസിറ്റ് നമ്പറാണ്. ഭാജ്യസംഖ്യയാണ്. 2ൽ കൂടുതൽ ഘടകങ്ങൾ. സംഖ്യാശ്രേണികൾ എങ്ങനെയാണ് പോയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ 3 എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ച്, അതായത് 4ൽ നിന്ന് 1 പോകാൻ 3. ഇവിടെ 16 എന്ന് പറഞ്ഞാൽ 4ൻ്റെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ചു, അതായത് 16ൽ നിന്ന് 1 പോകാൻ 15. ഇവിടെ ആ രീതിയിലാണോ പോയിരിക്കുന്നത് നോക്കാം നമുക്ക്. 2ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, ഇനി അതിൻ്റെ ഇരട്ടീൻ്റെ സ്ക്വയർ. 8ൻ്റെ സ്ക്വയറിൽ നിന്ന് കുറച്ച് 64ൽ നിന്ന് കുറച്ചാൽ 63. ആ രീതിയിലാണ് ഈ ശ്രേണി മൊത്തം പോയേക്കുന്നത് നമുക്ക് നോക്കാം. അതായത് 2ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, 8ൻ്റെ സ്ക്വയർ, ഇനി അതിൻ്റെ ഇരട്ടിയുടെ സ്ക്വയർ. 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 8, 8ൻ്റെ ഇരട്ടി 16ൻ്റെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ച്, അതായത് 256ൽ നിന്ന് 1 പോയപ്പോൾ 255. ആ രീതിയിലത് പോയേക്കുന്നത്. 8ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, 8ൻ്റെ സ്ക്വയർ, ഇതിനെല്ലാം ഓരോന്ന് കുറച്ചു. ഇനി 16ൻ്റെ സ്ക്വയർ, ഇനി അതിൻ്റെ ഇരട്ടി എത്ര? 32ൻ്റെ സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കുക, അതായത് 1024 32ൻ്റെ സ്ക്വയർ. 1 കുറച്ച് 1023. ആ രീതിയിലാണ് ശ്രേണി പോയേക്കുന്നത്. 3, 15, 63, 25, 1023. അപ്പം മൂന്നാമത്തേതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് 63 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ 2ൻ്റെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ച് 3, 4ൻ്റെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ചു 15, 16. 2ൻ്റെ സ്ക്വയർ, അതിൻ്റെ ഇരട്ടീൻ്റെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ചു, 4ൻ്റെ ഇരട്ടി 8, 8ൻ്റെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ചു, ഇനി 8ൻ്റെ ഇരട്ടി 16, 16ൻ്റെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ച് 256ൽ നിന്ന് കുറച്ച് 255. ആ രീതിയിലായി ശ്രേണി പോയേക്കുന്നത്. ഇനി 32ൻ്റെ സ്ക്വയർ 1024, അതിൽ നിന്ന് 1 കുറച്ച് 1023. അപ്പോൾ ഓപ്ഷൻ മൂന്നാമത്തേതാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇത് ഓപ്ഷൻ ബി ആണ്. 63. ഇനി നമുക്ക് ഈ ശ്രേണി നോക്കാം, എഴുതി നോക്കാം. 9, 10, 7, 8, 5, 6 ഡാഷ് ഡാഷ്. ഇത് രണ്ടും പൂരിപ്പിക്കണം. നമുക്കറിയില്ല. ഇവിടെ കൂട്ടി കുറച്ചൊക്കെ നോക്കിയിട്ടൊന്നും ഒരു ബന്ധം കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒന്നിടവിട്ടുള്ള സംഖ്യകൾ നോക്കാം. 9, 7, 5. അപ്പോൾ ഈ രണ്ട് വീതം കുറഞ്ഞാണല്ലോ വന്നേക്കുന്നത്. 9ൽ നിന്ന് 2 കുറച്ചു 7, 7ൽ നിന്ന് 2 കുറച്ചു 5, 5ൽ നിന്ന് 2 കുറച്ചാൽ ഇവിടെ 3 വരും. ഇനി ഒന്നിടവിട്ടുള്ള ബാക്കി സംഖ്യകൾ നോക്കാം. 10ൽ നിന്ന് 2 കുറച്ചു 8, 8ൽ നിന്ന് 2 കുറച്ചു 6, ഇനി 6ൽ നിന്ന് 2 കുറച്ച് ഇവിടെ എഴുതുക 4, 3, 4 വരും. എല്ലാം ഒന്നിടവിട്ടുള്ള സംഖ്യകളെല്ലാം ഈ രണ്ട് കുറച്ചാണ് എഴുതിയേക്കുന്നത്. 2 കുറച്ച്, അതായത് 3, 4 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3, 4. ഇവിടെ നമുക്ക് 511, 342, 215, 63. ഇതിൻ്റെ പ്രത്യേകത എന്തുവാ? 512 എന്ന് പറഞ്ഞാൽ 8ൻ്റെ രൂപമാണ്. അപ്പോൾ 511 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 511 എന്ന് പറഞ്ഞാൽ 512ൽ നിന്ന് 1 കുറച്ചു,
ഇനി 343 7ന്റെ ക്യൂബ്. അതായത് 342 എന്ന് പറഞ്ഞാൽ 7ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചു, 343 1 കുറച്ചു. ഇനി 6ന്റെ ക്യൂബ്, അതായത് 215 നമുക്കിവിടെയുള്ള 215 എന്ന് പറഞ്ഞാൽ 216 1 കുറച്ചു. 216 എന്ന് പറഞ്ഞാൽ 6ന്റെ ക്യൂബാണ്. 6ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചു. അങ്ങനെയാണ് ഈ ശ്രേണി പോയേക്കുന്നത്. അപ്പോൾ ഇവിടെ 8ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചു, 7ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചു, 6ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചു. ഇനി അടുത്ത 5ന്റെ ക്യൂബിൽ നിന്ന് 1 കുറയ്ക്കണം. അതായത് 125 1 കുറയ്ക്കാം, 124 വരും. അടുത്തതോ 4ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചു. അങ്ങനെ ആ ശ്രേണി പോയേക്കുന്നത്. 64 1 പോകെ 63. നമുക്കിപ്പോൾ ഇവിടെ എത്രാമത്തെയാണ് നോക്കണ്ട? 1 2 3 4. 4ാമത്തെ നമുക്കിവിടെ ഫില്ല് ചെയ്യേണ്ടത് 124 വരുന്നത്. ഇവിടെ 8ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ച്, 512 1 കുറച്ച്, 511. ഇവിടെ 343. 7ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചു, 343 1 കുറച്ച്, 342. ഇവിടെ 6ന്റെ ക്യൂബ് 216, അതിൽ നിന്ന് 1 കുറച്ചു. 8ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചു, 7ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചു, 6ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചു. അടുത്തത് നമുക്കറിയില്ല. 8ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചു, 7ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചു, 6ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചു. അടുത്ത 5ന്റെ ക്യൂബിൽ നിന്ന് 1 കുറയ്ക്കണം. അതായത് 125 124 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പിന്നെ 4ന്റെ ക്യൂബിൽ നിന്ന് കുറച്ച് 63. അങ്ങനെയാണ് ശ്രേണി പോയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയേറെ പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ധാരാളം ശ്രീമാർക്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.